നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. ചെട്ടിപ്പടി നെടുവ ഹെൽത്ത് സെന്ററിലേക്ക് PDP പരപ്പനങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കുക, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സക്കീർ പരപ്പനങ്ങാടി ധർണ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണാൻ നഗരസഭാ അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അവസാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാണ്. അതിനുവേണ്ടി ഈ പ്രദേശത്തുള്ള ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട് നടപടികൾക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമരത്തിന്റെ കൂടെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ഈ പ്രദേശത്ത് തന്നെയാണ് നമ്മൾ ജീവിച്ച് തീർന്നിട്ടുള്ളത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മയോടൊപ്പം ഞാനിവിടെ നിരവധി ആളുകളെ കാണാൻ വന്നിട്ടുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന നിരവധി സ്ത്രീകളെ കാണാൻ എന്റെ ഉമ്മയോടൊപ്പം ഞാൻ പല ഘട്ടങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. എന്റെ ജ്യേഷ്ഠനുൾപ്പെടെ എന്റെ ബാപ്പ ഉൾപ്പെടെ ഇവിടെ ദിവസങ്ങളോളം കിടന്നിട്ട് അവർക്ക് വേണ്ട സഹായത്തിന് വേണ്ടി അവരോടൊപ്പം നിരന്തരം ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്നെ പോലെ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആശുപത്രി ചെട്ടിപ്പടിയിലെ നെടുവ ആരോഗ്യ കേന്ദ്രം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല ചികിത്സ കിട്ടിക്കൊണ്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ കാണുന്നത് എന്താ, ചെറിയ രീതിയിൽ എല്ലായിടങ്ങളിലും ആശുപത്രികൾ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് അത് വലിയ സംഭവങ്ങളിലേക്ക് വലിയ സൗകര്യങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സ്ഥാപനം അത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? പരപ്പനങ്ങാടിയിലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണോ നമ്മൾ ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ചടങ്ങിന് സലാം തങ്ങൾ ചെട്ടിപ്പടി അധ്യക്ഷത വഹിച്ചു. ഷഫീഖ് പുത്തിരിക്കൽ, കബീർ വള്ളിക്കുന്ന്, മുജീബ് ആലുങ്ങൽ, അബൂബക്കർ പരപ്പനങ്ങാടി, മൻസൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമീർ അബ്ബാസ് സ്വാഗതവും ഹംസ ചേർക്കോട്ട് നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് മുന്നോടിയായി ചെട്ടിപ്പടി പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് KC കുഞ്ഞുമോൻ, അൻവർ റസാഖ്, സലാം, അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.